അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 5ാം ക്ലാസ് ഫിഖ് പാഠം 5 അദ്ദർസുൽ ഹാമിസ് മാ യുഫ മിനൻ നജാസാത്തി. ഇതാണ് പാഠഭാഗത്തിന്റെ പേര്. നമുക്കാദ്യം പാഠഭാഗം നോക്കാം. നദീറിന്റെ 16 വയസ്സുള്ള ജ്യേഷ്ഠന് മുഖക്കുരു ഉണ്ടായിരുന്നു. അത് പൊട്ടി രക്തം പുറത്തേക്ക് വന്നു. നദീർ ഉസ്താദിനോട് ചോദിച്ചു, രക്തം നജസല്ലേ? സാരമില്ല, ഉസ്താദ് മറുപടി പറഞ്ഞു. ഒലിക്കുന്ന രക്തമല്ലാത്ത ജീവിയുടെ രക്തം, ചോരക്കുരു, മുഖക്കുരു മുതലായവയുടെ രക്തം അവന്റെ പ്രവൃത്തി കൊണ്ടല്ലെങ്കിൽ എത്ര കൂടുതലാണെങ്കിലും പൊറുക്കപ്പെടും. അവന്റെ പ്രവൃത്തി കൊണ്ടാണെങ്കിൽ കുറഞ്ഞത് മാത്രമേ പൊറുക്കപ്പെടുകയുള്ളൂ. തരിമൂക്ക് പൊട്ടി ഒലിച്ച രക്തം, ഹൈദ് രക്തം, മുഅല്ലൽ അല്ലാത്ത അന്യരക്തം മുതലായവയിൽ നിന്ന് കുറഞ്ഞത് പൊറുക്കപ്പെടും. വഴിയിലെ നജസാണെന്ന് ഉറപ്പുള്ള ചെളിയിൽ നിന്ന് കുറഞ്ഞതും പൊറുക്കപ്പെടും. കുറവും കൂടുതലും കണക്കാക്കൽ പതിവ് അനുസരിച്ചാണ്. മലിനമാവാൻ കൂടുതൽ സാധ്യതയുള്ള ഒരു വസ്തു മലിനമാണെന്ന് ഉറപ്പില്ലെങ്കിൽ അത് ശുദ്ധിയുള്ളതായി കണക്കാക്കണം. ഉദാഹരണം, കുട്ടികളുടെ വസ്ത്രം, അവരുടെ വായിൽ നിന്ന് ഒലിക്കുന്ന കേല, അവർ ഉപയോഗിക്കുന്ന മറ്റു വസ്തുക്കൾ, നിസ്കരിക്കാൻ ഉദ്ദേശിക്കുന്നവന്റെ വസ്ത്രത്തിലോ മറ്റോ പൊറുക്കപ്പെടാത്ത നജസ് കാണുന്നവന് അവനെ അറിയിക്കൽ നിർബന്ധമാണ്. ഇനി നമുക്ക് തെദ്രീബാത്ത് നോക്കാം. തെദ്രീബാത്തിലെ 1ാം ഭാഗം വ്യക്തമാക്കാം. ചോദ്യം 1. എത്ര കൂടുതലാണെങ്കിലും പൊറുക്കപ്പെടുന്ന രക്തം ഏത്? ഉത്തരം, ഒലിക്കുന്ന രക്തമില്ലാത്ത ജീവിയുടെ രക്തം, ചോരക്കുരു, മുഖക്കുരു മുതലായവയുടെ രക്തം അവന്റെ പ്രവൃത്തി കൊണ്ടല്ലെങ്കിൽ എത്ര കൂടുതലാണെങ്കിലും പൊറുക്കപ്പെടും. ചോദ്യം 2. കുറഞ്ഞതാണെങ്കിൽ മാത്രം പൊറുക്കപ്പെടുന്ന രക്തം. ഉത്തരം, തരിമൂക്ക് പൊട്ടി ഒലിച്ച രക്തം, ഹൈദ് രക്തം, മുഅല്ലൽ അല്ലാത്ത അന്യരക്തം മുതലായവയിൽ നിന്ന് കുറഞ്ഞത് പൊറുക്കപ്പെടും. ചോരക്കുരു, മുഖക്കുരു മുതലായവയുടെ രക്തം അവന്റെ പ്രവൃത്തി കൊണ്ടാണെങ്കിൽ കുറഞ്ഞത് പൊറുക്കപ്പെടും. വഴിയിലെ നജസാണെന്ന് ഉറപ്പുള്ള ചെളിയിൽ നിന്ന് കുറഞ്ഞതും പൊറുക്കപ്പെടും. ചോദ്യം 3. കുട്ടികൾ ഇരിക്കുന്ന കസേര നജസോ ത്വാഹിറോ? ഉത്തരം, നജസാണെന്ന് ഉറപ്പില്ലെങ്കിൽ ത്വാഹിറാണ്. ഇനി തെദ്രീബാത്തിലെ 2ാം ഭാഗം ഉത്തരം പറയുക. ചോദ്യം 1. നായയുടെ കുറഞ്ഞ രക്തം പൊറുക്കപ്പെടുമോ? ഉത്തരം, ഇല്ല. നായയുടെ നജസ് മുഅല്ലൽ ആയതുകൊണ്ട് പൊറുക്കപ്പെടുകയില്ല. ചോദ്യം 2. ചോരക്കുരു ഞെക്കി കൂടുതൽ രക്തമോ ജലമോ പുറപ്പെട്ടാൽ പൊറുക്കപ്പെടുമോ? ഉത്തരം, ഇല്ല. അവന്റെ പ്രവൃത്തി കാരണമായത് കൊണ്ടാണ് പൊറുക്കപ്പെടാത്തത്. ചോദ്യം 3. വഴിയിലെ നജസാണെന്ന് ഉറപ്പുള്ള ചെളിയുടെ വിധി എന്ത്? ഉത്തരം, വഴിയിലെ നജസാണെന്ന് ഉറപ്പുള്ള ചെളിയിൽ നിന്ന് കുറഞ്ഞത് പൊറുക്കപ്പെടും. ഇനി തെദ്രീബാത്തിലെ 3ാം ഭാഗം ശരി അടയാളപ്പെടുത്തുക. പന്നിയുടെ രക്തം കുറഞ്ഞത് പൊറുക്കപ്പെടും. പന്നിയുടെ രക്തം പൊറുക്കപ്പെടുകയില്ല. ഹൈദ് രക്തം കുറഞ്ഞത് പൊറുക്കപ്പെടും. ശരി, അതാണ്. മുഖക്കുരു ഞെക്കിയുള്ള രക്തം കുറഞ്ഞത് പൊറുക്കപ്പെടും. മൂട്ടയുടെ രക്തം കൂടുതൽ പൊറുക്കപ്പെടും. വഴിയിലെ നജസ് ഉറപ്പുള്ള ചെളി കുറഞ്ഞത് പൊറുക്കപ്പെടും. കൊതുകിന്റെ രക്തം കൂടുതൽ പൊറുക്കപ്പെടും. ഒന്നും കൂടെ പറയാം. പന്നിയുടെ രക്തം പൊറുക്കപ്പെടുകയില്ല.
ഹൈള് രക്തം കുറഞ്ഞത് പൊറുക്കപ്പെടും. മുഖക്കുരു ഞെക്കിയുള്ള രക്തം കുറഞ്ഞത് പൊറുക്കപ്പെടും. മൂട്ടയുടെ രക്തം കൂടുതൽ പൊറുക്കപ്പെടും. വയിലെ നജസ് ഉറപ്പുള്ള ചെളി കുറഞ്ഞത് പൊറുക്കപ്പെടും. കൊതുകിന്റെ രക്തം കൂടുതൽ പൊറുക്കപ്പെടും.